ആട്ടിൻപാൽ ആരോഗ്യത്തിന് ഏറെ ഗുണകരമായ ഒരു സ്വാഭാവിക പാനീയമാണ്. മനുഷ്യർ വളരെ പുരാതന കാലം മുതൽ ആട്ടിൻപാൽ ഉപയോഗിച്ചുവരുന്നു. ഇതിൽ അടങ്ങിയിരിക്കുന്ന പോഷകങ്ങൾ ശരീരത്തിന്റെ സമഗ്ര ആരോഗ്യത്തിന് സഹായകമാണ്. ആട്ടിൻപാലിൽ പ്രോട്ടീൻ, കാൽസ്യം, ഫോസ്ഫറസ്, പൊട്ടാസ്യം, വിറ്റാമിൻ എ, വിറ്റാമിൻ ഡി, വിറ്റാമിൻ ബി ഗ്രൂപ്പ് എന്നിവ ധാരാളമായി അടങ്ങിയിരിക്കുന്നു. ഇവ എല്ലാം ശരീരത്തിലെ അസ്ഥികൾക്കും പല്ലുകൾക്കും ശക്തി നൽകുന്നു. പ്രത്യേകിച്ച് കാൽസ്യം കൂടുതലായതിനാൽ കുട്ടികൾക്കും പ്രായമായവർക്കും അസ്ഥി ദുർബലത കുറയ്ക്കാൻ ഇത് സഹായകരമാണ്. പശുപാലിനേക്കാൾ ആട്ടിൻപാൽ എളുപ്പത്തിൽ ദഹിക്കുന്നതിനാൽ വയറുവേദന, അമിതവാദം, ദഹനക്കുറവ് എന്നിവ അനുഭവിക്കുന്നവർക്ക് ഇത് കൂടുതൽ അനുയോജ്യമാണ്. ആട്ടിൻപാലിലെ കൊഴുപ്പ് കണങ്ങൾ ചെറുതായതിനാൽ ശരീരത്തിൽ വേഗത്തിൽ ആഗിരണം ചെയ്യപ്പെടുന്നു. അതിനാൽ ദഹനപ്രശ്നമുള്ളവർക്കും വയറിന്റെ അസ്വസ്ഥത അനുഭവിക്കുന്നവർക്കും ഇത് നല്ലൊരു തിരഞ്ഞെടുപ്പാണ്. ആട്ടിൻപാലിൽ ഉള്ള പ്രത്യേക ഘടകങ്ങൾ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു. ശരീരത്തെ രോഗങ്ങളിൽ നിന്ന് സംരക്ഷിക്കാൻ സഹായിക്കുന്ന ആന്റി ഓക്സിഡന്റുകൾ ഇതിൽ അടങ്ങിയിരിക്കുന്നു. ശ്വാസകോശ സംബന്ധമായ പ്രശ്നങ്ങൾ ഉള്ളവർക്കും അലർജി പ്രശ്നങ്ങൾ ഉള്ളവർക്കും ആട്ടിൻപാൽ ചിലപ്പോൾ ആശ്വാസം നൽകുന്നുവെന്ന് പഠനങ്ങൾ സൂചിപ്പിക്കുന്നു. ലാക്ടോസ് അസഹിഷ്ണുതയുള്ള ചിലർക്കു പോലും പശുപാലിനേക്കാൾ ആട്ടിൻപാൽ എളുപ്പത്തിൽ സഹിക്കാനാകാം. കൂടാതെ ചർമ്മാരോഗ്യത്തിനും ആട്ടിൻപാൽ ഗുണകരമാണ്. ചർമ്മം മൃദുവാക്കാനും വരണ്ട ചർമ്മ പ്രശ്നങ്ങൾ കുറയ്ക്കാനും ഇത് സഹായിക്കുന്നു. ചിലർ ആട്ടിൻപാൽ ഉപയോഗിച്ച് തയ്യാറാക്കുന്ന സോപ്പ്, ക്രീം തുടങ്ങിയവ ഉപയോഗിക്കുന്നത് ചർമ്മത്തെ സംരക്ഷിക്കാൻ സഹായിക്കുന്നതായി കാണപ്പെടുന്നു. ഹൃദയാരോഗ്യത്തിനും ഇത് ഗുണകരമാകാം, കാരണം ഇതിലെ നല്ല കൊഴുപ്പ് ശരീരത്തിലെ ദോഷകരമായ കൊഴുപ്പ് കുറയ്ക്കാൻ സഹായിക്കുന്നു. എന്നാൽ ആട്ടിൻപാലിന് ചില ദോഷങ്ങളും ഉണ്ടാകാം. ചിലർക്കു ആട്ടിൻപാലിന്റെ രുചിയും മണമും ഇഷ്ടമാകാതിരിക്കാൻ സാധ്യതയുണ്ട്. അതിനാൽ പതിവായി കുടിക്കാൻ ചിലർക്ക് ബുദ്ധിമുട്ടുണ്ടാകാം. കൂടാതെ ഇതിൽ ഫോളിക് ആസിഡ് അളവ് കുറവായതിനാൽ കുഞ്ഞുങ്ങൾക്ക് ആട്ടിൻപാൽ മാത്രം നൽകുന്നത് പോഷകക്കുറവിന് കാരണമാകാം. അതിനാൽ കുഞ്ഞുങ്ങൾക്ക് ഇത് പ്രധാന ഭക്ഷണമായി നൽകുന്നതിന് മുൻപ് ഡോക്ടറുടെ ഉപദേശം തേടുന്നത് നല്ലതാണ്. ചിലർക്കു പാലിനോടുള്ള അലർജി ഉണ്ടെങ്കിൽ ആട്ടിൻപാലും പ്രശ്നമാകാം. അതിനാൽ ആദ്യമായി ഉപയോഗിക്കുമ്പോൾ ചെറിയ അളവിൽ ആരംഭിക്കുന്നത് ഉചിതമാണ്. ശുചിത്വമില്ലാതെ ശേഖരിക്കുന്ന ആട്ടിൻപാൽ ബാക്ടീരിയ ബാധയ്ക്ക് കാരണമാകാം. അതിനാൽ തിളപ്പിച്ച ശേഷം മാത്രമേ ഉപയോഗിക്കാവൂ. കൂടാതെ ആട്ടിൻപാലിൽ കൊഴുപ്പ് അളവ് കുറച്ച് കൂടുതലായതിനാൽ അമിതവണ്ണമുള്ളവർ നിയന്ത്രിത അളവിൽ മാത്രം ഉപയോഗിക്കുന്നത് നല്ലതാണ്. വൃക്ക സംബന്ധമായ ചില രോഗങ്ങൾ ഉള്ളവർക്ക് അധികമായ പ്രോട്ടീൻ ചിലപ്പോൾ പ്രശ്നമാകാം. അതിനാൽ ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളവർ ഡോക്ടറുടെ നിർദ്ദേശം അനുസരിച്ച് മാത്രമേ ഉപയോഗിക്കാവൂ. എല്ലാ ഭക്ഷണവും പോലെ തന്നെ ആട്ടിൻപാലും മിതമായ അളവിൽ ഉപയോഗിക്കുമ്പോഴാണ് കൂടുതൽ ഗുണം ലഭിക്കുക. ശരിയായ രീതിയിൽ ഉപയോഗിച്ചാൽ ശരീരത്തിന് ആവശ്യമായ പോഷകങ്ങൾ ലഭിക്കുകയും ആരോഗ്യനില മെച്ചപ്പെടുകയും ചെയ്യും. ആകെ പറഞ്ഞാൽ ആട്ടിൻപാൽ ദഹനത്തിന് എളുപ്പമുള്ളതും അസ്ഥികളുടെ ആരോഗ്യത്തിന് സഹായകരവുമായ ഒരു പോഷകസമൃദ്ധമായ പാനീയമാണ്. പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാനും ശരീരത്തിന്റെ ശക്തി നിലനിർത്താനും ഇത് സഹായിക്കുന്നു. എന്നാൽ വ്യക്തികളുടെ ആരോഗ്യനില, അലർജി സാധ്യത, ഉപയോഗിക്കുന്ന അളവ് എന്നിവ പരിഗണിച്ച് മാത്രമേ ഇത് ഉപയോഗിക്കാവൂ. ശരിയായ അളവിലും ശുചിത്വത്തോടെയും ഉപയോഗിച്ചാൽ ആട്ടിൻപാൽ ആരോഗ്യകരമായ ഭക്ഷണക്രമത്തിന്റെ ഭാഗമാക്കാൻ കഴിയുന്ന ഒരു മികച്ച സ്വാഭാവിക പാനീയമാണ്.